ഹായ് ഓൾ. നമ്മളെല്ലാവരും വളരെ ഈഗർലി വെയിറ്റ് ചെയ്തിരുന്നൊരു റിലീസാണ് നിവിൻ പോളിയുടെ ഹേ ജൂഡ്. ഹേ ജൂഡ് ഇന്ന് ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ നിവിനെ വളരെ സെലക്റ്റീവായിട്ട് മാത്രം സിനിമകൾ ചൂസ് ചെയ്യുന്ന ഒരാളാണ്. നല്ല സിനിമകളാണെന്ന് അത് ഫുള്ളായിട്ട് കഥ ഇതിനെക്കുറിച്ച് ബോധ്യം വന്നതിന് ശേഷം മാത്രമാണ് നിവിൻ ഓരോ സിനിമയും ചെയ്യുന്നത്. സോ ഈ സിനിമ അതുപോലെ തന്നെയാണ്. വളരെ നല്ലൊരു സ്റ്റോറി, നല്ലൊരു തിരക്കഥ നിവിൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ട പലർക്കും തോന്നിയിട്ടുണ്ടാവും നിവിൻ്റെ ക്യാരക്ടർ മേ ബി നോർത്ത് 24 കാതത്തിലെ ഫഹദുമായിട്ട് എന്തൊക്കെയോ റിസംബ്ലൻസസ് ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതൊരു ടോട്ടലി ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് നിവിൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. നിവിൻ നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇനി സിനിമയുടെ ഡയറക്ഷനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്യാം പ്രസാദാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ശ്യാം പ്രസാദിൻ്റെ ഇതിനു മുമ്പ് ഇംഗ്ലീഷ് എന്നുള്ള സിനിമയിൽ, അതുപോലെ ഇവിടെ എന്നുള്ള സിനിമയിലൊക്കെ നിവിൻ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് വന്ന ശ്യാം പ്രസാദ് സിനിമകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഉപരി ഒരു കോമഡി മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്യാം പ്രസാദിന് സാധിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സിദ്ദിഖായാലും നിവിനായാലും അതുപോലെ മറ്റ് കോ ആക്ടേഴ്സ് ആയാലും എല്ലാവരും അത് കോമഡി നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ നായിക വേഷം ചെയ്തിരിക്കുന്നത് തൃഷയാണ്. തൃഷ സൗത്ത് ഇന്ത്യയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. നായികയ്ക്കും ഈക്വലി പ്രാധാന്യമുള്ളൊരു സിനിമയാണ് ഹേ ജൂഡ്. അപ്പോൾ ഈ സിനിമയിൽ തൃഷയെ സംബന്ധിച്ച് തൃഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ പോലും ഈ റോള് തൃഷ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ കോമഡി ഉണ്ട്, അല്പം സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ ധാരാളം ഫാമിലി മുഹൂർത്തങ്ങളുണ്ട്. സോ ഫാമിലിയായിട്ട് പോയി കാണാവുന്ന ഒരു കൊച്ചു ഫീൽ ഗുഡ് മൂവിയാണ് ഹേ ജൂഡ്. ഇതിലിപ്പോൾ ഒത്തിരി മസാല ആക്ഷൻ രംഗങ്ങളോ അതുപോലെ അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള ചടുലമായിട്ടുള്ള രംഗങ്ങളോ അങ്ങനെയൊന്നും തന്നെയില്ല. പക്ഷേ ഫാമിലിയോടൊത്ത് പോയി നന്നായിട്ട് എൻജോയ് ചെയ്യാവുന്നൊരു സിനിമ തന്നെയാണ് ഹേ ജൂഡ്. ഹേ ജൂഡ് എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റിവ്യൂ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ധാരാളം ഫണ്ണി വീഡിയോസ്, ഷോർട്ട് ഫിലിംസ്, അതുപോലെ റിവ്യൂസ്, യൂസ്ഫുൾ ടിപ്സൊക്കെ ഞങ്ങളുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. താങ്ക് യു ഓൾ.